എന്തെന്നാൽ പീഡിപ്പിക്കപ്പെട്ട വ്യക്തികൾ, പീഡനം ചെയ്ത വ്യക്തികൾ, പെൺകുട്ടിയെങ്കിലും പീഡനത്തിന് അതിജീവിതയാകുന്നു. ഇതിലും ഏറ്റവും വിഷമകരമായ കാര്യം എന്തെന്നാൽ പീഡനം ചെയ്ത വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ തലയുയർത്തി നടക്കുമ്പോൾ പീഡിപ്പിക്കപ്പെട്ട വ്യക്തികൾ സമൂഹത്തിന്റെ കുത്തുവാക്കുകൾ കൊണ്ടും നാണക്കേട് കൊണ്ടും ഒറ്റപ്പെടൽ കൊണ്ടും ആത്മഹത്യ ചെയ്യുന്നു. ഇത് ഞാൻ അവർക്കായി സമർപ്പിക്കുന്നു. ഞാൻ രമ്യ. കുഞ്ഞുനാളിലെ എൻ്റെ അച്ഛൻ മരിച്ചു. എന്നെ വളർത്തിയതൊക്കെ എൻ്റെ അമ്മ ഒറ്റയ്ക്കാ. എന്നാ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം, രമ്യ നീ എന്തായാലും ഇതുവഴി വന്നേ? ഞാൻ നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ നിന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. കണ്ണെ കൊണ്ട് എന്തൊരു ശല്യവാ. എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യില്ല. തവണ എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ പുറകെ നടന്ന് ശല്യം ചെയ്താൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ്. അങ്ങനെ അങ്ങ് പേടിപ്പിക്കാതടി. ഞാനേ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. പറഞ്ഞാ ഇറങ്ങാൻ ആൾക്കാരുണ്ട്. കേട്ടോടി മോളെ. പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്തോണ്ടാ വന്നിരിക്കുന്നത്. വാ നമുക്കൊരു സിനിമയ്ക്ക് പോയിട്ട് വരാം. തന്നോടല്ലേ പറഞ്ഞു പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യലേന്ന്. കയ്യെന്ന് വിടണോ? നിനക്ക് നാണുണ്ടോ? അവള് നിന്നെയാണോ തല്ലിയിട്ട് പോയത്? അവളിപ്പ പൊക്കോട്ടെ, അവളെ ഞാൻ പിന്നെ എടുത്തോളാം. ഹലോ, അമ്മ. ഇല്ലമ്മ, ബസ് കിട്ടിയില്ല. ഞാൻ ഓട്ടോ എടുത്ത് വന്നോളാം. ഇത്രയും നേരമായില്ല, ഇനിയിപ്പോ ബസ്സൊന്നും ഉണ്ടാവില്ല. എന്റെ വീട് ഇതാനാ പറഞ്ഞത്. എന്റെ വീട് അടങ്ങടി അവിടെ. മര്യാദക്ക് രാവിലെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അനുസരിച്ച്. ആ വീട് കണ്ടല്ലേ? കണ്ടോടി മോളെ. ഇനി നീ ഇതാരോടെങ്കിലും പറഞ്ഞ കണ്ടില്ലേ? ഇപ്പോ ഞാനിങ്ങനെ അനുഭവിച്ചു. എന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികൾ ഇന്നും ആരോടും പറയാൻ പറ്റാതെ. അന്ന് രാത്രി ഞാൻ ഒരു കണ്ണടച്ചിട്ടില്ല. എൻ്റെ ശരീരം മൊത്തം നല്ല ചതച്ച പോലെ വേദനയായിരുന്നു. ആരോടും പറയാൻ പറ്റാതെ. എൻ്റെ അമ്മ പാവം. എന്നാ അമ്മയോട് പറയാൻ വെച്ചാ, മോളെ നീ എന്താ അതിനകത്ത് ചെയ്യുന്നേ? കഥ കാണുന്നേ? അവ എത്ര നേരം വിളിക്കുന്നു? എടാ നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? എന്റെ മോള് കരഞ്ഞോ? എന്താ മോള് ചുണ്ടൊക്കെ എന്താ? മോളെ എന്തിനാ നീ ഇങ്ങനെ? മോളെ ഇതാരോടും പറഞ്ഞു. ആരോടും പറയല്ല. നമ്മള് പെൺകുട്ടികളൊക്കെ എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ അവരോട് പറയരുത് മോളെ. കോടതി വിധിയൊക്കെ അവരുടെ ഇഷ്ടം പോലെ പണം അവരുടെ കൂടെ കൊള്ളു. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോള് അമ്മേൻ്റെ പൊന്നല്ലേ, ആരോടും പറയില്ല മോള്. അമ്മ പക്ഷെ മോളെ അമ്മേൻ്റെ പൊന്നല്ലേ പറയുന്നേക്ക്. നമ്മുടെ സമൂഹം നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല. സ്ത്രീകളെപ്പോഴും കുറ്റക്കാരാ. നമ്മൾ വെറുതെയാ. പെൺകുട്ടികളാകുമ്പോൾ എല്ലാം പലതുണ്ടാവും. എൻ്റെ മോള് നമ്മൾ രക്ഷിക്കല്ലേ. മോള് പോയിന്ന് കുളിച്ചതാ. അമ്മ ഇപ്പം വരാം. എല്ലാവർക്കും ഇങ്ങനെ, എല്ലാവരും എൻ്റെ അമ്മ സമൂഹം എല്ലാവരും ഇങ്ങനെ. ആർക്കും വേണ്ട, ആർക്കും വേണ്ട. എനിക്കിനി ജീവിക്കണ്ട. എനിക്കിനി എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. ആരോടും ഒന്നും പറയാൻ പറ്റാതെ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ ചെയ്തതുപോലെ ഇനി മറ്റൊരു പെൺകുട്ടിയും ഇത് ആവർത്തിക്കരുത്. അതിനായി നിങ്ങൾ തെറ്റ് ചെയ്തവർക്ക് വേണ്ടി ശിക്ഷ മേടിച്ചു കൊടുക്കുകയും അവർക്ക് ശിക്ഷ ഉറപ്പാക്കുകയും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ സുരക്ഷിത സമൂഹമാക്കി മാറ്റാനും നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നന്ദി.